നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ജഡിമോൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. സംഭവിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. മോള് സമ്മതിച്ച അവൻ ചെയ്ത തെറ്റിന് അവൻ തന്നെ പ്രായശ്ചിത്തം ചെയ്യും. മോളെ അവൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഇപ്പോഴും അവന്റെ മനസ്സിൽ ആ സ്നേഹമുണ്ട്. ഇത് അവനെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ പറയുന്നതല്ല, അവൻ ഞങ്ങളോട് പറഞ്ഞതാ. ജയിലിൽ പോയി ഞങ്ങൾ അവനെ കണ്ടിരുന്നു. അവൻ കരഞ്ഞു പറഞ്ഞിട്ടാ അവന് വേണ്ടി മാപ്പ് ചോദിക്കാനായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടാവുകയാണെങ്കിൽ അത് മഞ്ചാടി മാത്രമായിരിക്കുമെന്ന് നിന്നെ പരിചയപ്പെട്ട അന്ന് മുതല് അവൻ എന്നോട് പറയുമായിരുന്നു. ഞങ്ങൾക്ക് അവൻ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കുള്ളതെല്ലാം അവനുള്ളതാ. അവന് വേണ്ടി മോളുടെ ജീവിതം ഞങ്ങൾ ഏറ്റെടുത്തോളാം. ഞങ്ങളുടെ സ്വന്തം മകളായിട്ട് ഞങ്ങൾ നിന്നെ നോക്കിക്കോളാം. മഞ്ചാടി, നീ എന്തെങ്കിലും ഒന്ന് പറ മോളെ, ഞങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടിയെങ്കിലും. എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. നിങ്ങൾക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഇങ്ങോട്ട് വരാൻ ഞാൻ സമ്മതിച്ചത്. നിങ്ങളുടെ മകൻ കാരണം ഈ ഭൂമിയിൽ തന്നെ ഇല്ലാതാവാൻ തീരുമാനിച്ച ഞാൻ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് എന്റെ അച്ഛന്റെ ചേച്ചിമാരുടെ പ്രാർത്ഥന കൊണ്ട് മാത്രം. പക്ഷെ നിങ്ങളുടെ മകന് വേണ്ടിയുള്ള നിങ്ങളുടെ പ്രാർത്ഥന ദൈവം പോലും കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജീവൻ രാജ് കാരണം ഞാനും എന്റെ കുടുംബം മാത്രമല്ല അപമാനിക്കപ്പെട്ടത്. ഗോകുൽ എന്ന ചെറുപ്പക്കാരനും അയാളുടെ കുടുംബം കൂടിയാ. അതിനെന്ത് പ്രായശ്ചിത്തം ചെയ്യും നിങ്ങള്? മോളെ, എനിക്കുണ്ടായ മാനക്കേട് ജീവിതകാലം മുഴുവൻ എന്നെ പിന്തുടരുമെന്ന് എനിക്കറിയാം. നിങ്ങളുടെ മകനെ വിശ്വസിച്ചു പോയതിന്റെ പേരില് അത് ഞാൻ സഹിച്ചേ പറ്റൂ. അതിനുകൂടിയുള്ള പരിഹാരമാണ് മോളെ ഞങ്ങൾ പറഞ്ഞത്. ജീവൻ രാജിന് പ്രായശ്ചിത്തം ചെയ്യാൻ നീ ഒരു അവസരം കൊടുത്താ മോൾക്കൊരിക്കലും പിന്നെ സങ്കടപ്പെടേണ്ടി വരില്ല. ഒരു അപമാനവും മോളെ പിന്തുടർന്ന് വരികയില്ല. എല്ലാ അവനും ഞങ്ങൾ ഏറ്റെടുത്തോളാം. നിന്നെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം. മോള് പെട്ടെന്നൊരു ഉത്തരം പറയണമെന്നില്ല. ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി. എന്റെ മകന്റെ തെറ്റ് മോള് ക്ഷമിക്കാൻ തയ്യാറായ അവനും ഞങ്ങൾക്കൊരു പുതിയ ജീവിതം കിട്ടും. വേറെ ആരുമില്ലാത്ത ഒരമ്മയുടെ അച്ഛന്റെ അപേക്ഷയാ. ഞങ്ങൾ നിന്റെ കാല് പിടിക്കാം. ആന്റിക്ക് എന്നെ മനസ്സിലായില്ലേ? നല്ല മുഖപരിചയം തോന്നുന്നുണ്ട്. പക്ഷേ ആരാ സിന്ധു? ഞാനാണ് സർ. ഞാൻ പ്രതിഭയാണ് സർ. ആ, സത്യന്റെ. അതെ, സത്യൻ സാറിന്റെ ഓഫീസിലുണ്ടായിരുന്ന പ്രതിഭ തന്നെ. ഇപ്പൊ എനിക്ക് മനസ്സിലായി. സത്യം ഹോസ്പിറ്റലിൽ കിടന്നപ്പോ നമ്മള് കണ്ടിരുന്നില്ലേ? അതെ. പ്രതിഭയുടെ അച്ഛനാണല്ലേ? ഉവ്. സത്യന്റെ അമ്മയും ഞാനും അടുത്ത ബന്ധുക്കൾ കൂടിയാണ്. വർഷങ്ങളോളം രണ്ട് കുടുംബങ്ങൾ തമ്മിൽ കുറച്ച് അകൽച്ചയിലായിരുന്നു മാത്രം. വരൂ, അകത്തിന് സംസാരിക്കാം. വാ, ഇരിക്കും. മനീഷയല്ലേ ആന്റി? ഉണ്ടല്ലോ, ഞാൻ വിളിക്കാം.
മനി മോളെ ഒന്നിങ്ങ് വന്നേ. ഒരാള് നിന്നെ കാണാൻ വന്നിരിക്കുന്നു. ദാ വരുന്നമ്മേ. ആ, ഞങ്ങള് സത്യന്റെ വീട്ടിൽ പോയിട്ടാ വരുന്നത്. അവനവിടെ ഇല്ല. പിന്നെ ഇവിടെ കാണുമല്ലേ. അവളുടെ കല്യാണം ക്ഷണിക്കാൻ വന്നതാ. അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ സത്യനും മനീഷ മോളും തീർച്ചയായിട്ടും കല്യാണത്തിന് വരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ രണ്ടുപേരെ നേരിട്ട് ക്ഷണിക്കണമല്ലോ. പ്രതിഭ അച്ഛനും ആയിരുന്നോ? കല്യാണം ക്ഷണിക്കാൻ വന്നതായിരിക്കും അല്ലേ? അതെ. സഞ്ജു, ഇതാ പ്രതിഭ. ഹലോ. മനീഷ പറഞ്ഞ പ്രതിഭ എനിക്കറിയാം. കല്യാണം ഫിക്സ് ചെയ്ത കാര്യം അറിഞ്ഞു. അച്ഛ, മനീഷയുടെ ഹസ്ബൻഡാ സഞ്ജു. ഹായ്. നമസ്കാരം. പ്രതിഭ വരൂ. അച്ഛൻ ഇദ്ദേഹത്തോട് സംസാരിക്കും. ഞങ്ങൾ പുറത്തിരുന്ന് സംസാരിക്കാം. ആ, ആയിക്കോട്ടെ. വാ. ഈ വരുന്ന 27-ാം തീയതിയാണ് കല്യാണം. എല്ലാവരും പങ്കെടുക്കണം. ഉറപ്പായും ഞങ്ങൾ എല്ലാരും വന്നിരിക്കും. ആ, പ്രതിഭയുടെ മുഖത്ത് ഈ അമ്പരപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നീ ഇവിടെ പ്രതീക്ഷിച്ചത് സഞ്ജുവിന് പകരം സത്യേട്ടനെ ആയിരുന്നല്ലേ? എന്തൊക്കെയാ മനുഷ്യ ഇവിടെ സംഭവിക്കുന്നേ? സത്യേട്ടനും നീയും ഒരുമിച്ചായിരുന്നില്ല ഇതുവരെ. അന്നത്തെ ആക്സിഡന്റിന് ശേഷം അച്ഛന്റെ അമ്മയുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നത് വരെ ഈ കുടുംബത്തോടൊപ്പം സത്യേട്ടനും ഉണ്ടായിരുന്നു. ആ സമയത്ത് അച്ഛനും അമ്മയും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് സത്യേട്ടനെ വീണ്ടും എന്റെ ഭർത്താവായി ഈ കുടുംബത്തിലേക്ക് വീണ്ടും തിരിച്ചു കിട്ടിയെങ്കിലെന്ന്. ചിലപ്പോഴൊക്കെ ഞാനും അത് ആഗ്രഹിച്ചു. അത്രമാത്രം ആശ്വാസവും സുരക്ഷിതത്വം ആയിരുന്നു സത്യേട്ടന്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങളൊന്നും ചിന്തിച്ചതുപോലെയല്ല സത്യേട്ടൻ ചിന്തിച്ചത്. എന്താ നിങ്ങൾക്കിടയിൽ പറ്റിയത്? എല്ലാം എന്റെ മാത്രം തെറ്റാ. മനീഷയോട് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് സത്യന്റെ ലൈഫിൽ നിന്ന് ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു വന്നു എന്നതാ. തെറ്റ് എല്ലാവർക്കും പറ്റും. അത് തിരിച്ചറിഞ്ഞ് തിരുത്താൻ ശ്രമിക്കുന്നത് വലിയ കാര്യം തന്നെയാ. ആ തിരിച്ചറിവ് ഇപ്പൊ സഞ്ജുവിനുണ്ടല്ലോ. എനിക്ക് ഉറപ്പുണ്ട് മനീഷയുടെ മനസ്സിലുള്ളതുപോലെ തന്നെ സഞ്ജുവിന്റെ മനസ്സിൽ മനീഷയുണ്ട്. ഞാൻ സഞ്ജുവിന്റെ കൂടെ ജീവിക്കണമെന്നാണോ സത്യേട്ടൻ ആഗ്രഹിക്കുന്നത്? എന്താ ഒന്നും പറയാത്തെ? ഞാൻ സഞ്ജുവിന്റെ കൂടെ ജീവിച്ച സത്യേട്ടന് സന്തോഷമാകുമെങ്കിൽ അത് ചെയ്യാൻ ഞാൻ തയ്യാറാ.